എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IPL-ൽ ഇന്ന് നടന്ന ചെന്നൈ മുംബൈ പോരാട്ടത്തിൽ മുംബൈ ജയിച്ചതോടെ IPL പോയിന്റ് ടേബിളിൽ അപകടകരമായ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. രാജസ്ഥാനും ബംഗളൂരുവിനും സന്തോഷവാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇനി ചെന്നൈക്ക് പ്ലേ ഓഫിൽ എത്താൻ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ IPL ലേറ്റസ്റ്റ് പോയിന്റ് ടേബിൾ അനാലിസിസ് എന്നിവയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ചെന്നൈക്കെതിരെ മുംബൈ 9 വിക്കറ്റിന്റെ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഇന്നത്തെ മത്സരത്തിൽ മുംബൈ ജയിച്ചതോടെ പോയിന്റ് ടേബിൾ വീണ്ടും മാറിമറിഞ്ഞു. ഇത്തവണയും ആദ്യ 4 സ്ഥാനക്കാരായിരിക്കും പ്ലേ ഓഫ് കളിക്കുന്നത്. ഇന്ന് മുംബൈ ജയിച്ചപ്പോൾ 7ാം സ്ഥാനത്ത് നിന്നും 6ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് മുംബൈ. 8 കളിയിൽ നിന്നും 4 തോൽവിയും 4 വിജയവുമായി 8 പോയിന്റാണ് മുംബൈക്ക് ഉള്ളത്. ഇന്നത്തെ മത്സരം തോറ്റ ചെന്നൈ ഇപ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്ത് തന്നെ തുടരുന്നു. 8 കളിയിൽ നിന്നും 4 പോയിന്റ് മാത്രമാണ് ചെന്നൈക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞത്. ഇന്ന് ചെന്നൈ തോറ്റപ്പോൾ ശരിക്കും ലോട്ടറി അടിച്ചത് സഞ്ജുവിന്റെ രാജസ്ഥാനാണ്. നിലവിലെ പോയിന്റ് ടേബിൾ പരിശോധിക്കുമ്പോൾ 1ാം സ്ഥാനത്ത് ഗുജറാത്ത് ആണ്. 7 കളിയിൽ നിന്നും 10 പോയിന്റ് അവർക്ക് ഇതുവരെ നേടാൻ കഴിഞ്ഞു. 2ാം സ്ഥാനത്ത് ഡൽഹിയാണ്. അവർക്കും 10 പോയിന്റ് തന്നെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗുജറാത്ത് രൺറേറ്റിന്റെ ബലത്തിലാണ് ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിലകൊള്ളുന്നത്. 10 പോയിന്റ് ഇരു ടീമുകൾക്കും നേടാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഇവർ പ്ലേ ഓഫ് കളിക്കുമെന്ന് ഉറപ്പാണ്. 3ാം സ്ഥാനത്ത് കോഹ്ലിയുടെ ബംഗളൂരുവും 4ാം സ്ഥാനത്ത് പഞ്ചാബും ആണ് തുടരുന്നത്. ഉച്ചയ്ക്ക് നടന്ന മത്സരത്തിൽ RCB മികച്ച വിജയം സ്വന്തമാക്കിയതാണ് 3ാം സ്ഥാനത്തേക്ക് അവർ ഉയർന്നത്. ബംഗളൂരുവിനും 90% പ്ലേ ഓഫ് കളിക്കാൻ സാധ്യതയുണ്ട്. 5ാം സ്ഥാനത്ത് ലക്നൌ തന്നെ തുടരുന്നു. ഇന്നത്തെ മത്സരം ജയിച്ച മുംബൈയാണ് 6ാം സ്ഥാനത്ത്. മുംബൈ ഇപ്പോൾ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. വരുന്ന മത്സരങ്ങളിലും ഇതേ പ്രകടനം കാഴ്ചവെച്ചാൽ അവർക്ക് ഈസിയായി തന്നെ പ്ലേ ഓഫിൽ എത്താം. 7ാം സ്ഥാനത്ത് കൊൽക്കത്ത, 8ാം സ്ഥാനത്ത് രാജസ്ഥാൻ, 9ാം സ്ഥാനത്ത് ഹൈദരാബാദ് എന്നിങ്ങനെയാണ് മറ്റ് പോയിന്റ് നില. ഇനി ചെന്നൈയുടെ കാര്യം പരിശോധിച്ചാൽ ഇന്നത്തെ മത്സരവും തോറ്റ ചെന്നൈയാണ് ഇപ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്ത്. 8 കളിയിൽ നിന്നും 4 പോയിന്റ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇനി ചെന്നൈ പ്ലേ ഓഫ് കളിക്കുമോ എന്നാണ് എല്ലാ ആരാധകരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ചെന്നൈയുടെ പ്ലേ ഓഫ് സാധ്യത ഇതുവരെ മങ്ങിയിട്ടില്ല. വരുന്ന മത്സരങ്ങൾ ജയിച്ചാൽ ഈസിയായി തന്നെ ചെന്നൈക്ക് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാം. ചെന്നൈക്ക് ഇനിയും 6 മത്സരങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതിൽ 5 ജയിച്ചാൽ തന്നെ ചെന്നൈ പ്ലേ ഓഫിൽ എത്തും. അതുകൊണ്ട് തന്നെ ചെന്നൈ ആരാധകർ വിഷമിക്കേണ്ടതില്ല. നിലവിലെ പോയിന്റ് ടേബിൾ പരിശോധിക്കുമ്പോൾ മുംബൈ, ഗുജറാത്ത്, ബംഗളൂരു എന്നിവർ പ്ലേ ഓഫ് കളിക്കാനാണ് സാധ്യത. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ചെന്നൈ ഇത്തവണ പ്ലേ ഓഫിൽ എത്തുമോ? അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.